പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ സ്പോർട്സ് ഇഞ്ചുറി വിഭാഗത്തിന്റെ കീഴിൽ സർജറി ചെയ്തവർക്കായി ഒരുക്കിയ ഫുട്ബോൾ മത്സരം ശ്രദ്ധേയമായി. ഒരിക്കലും കളിക്കളത്തിലേക്ക് തിരികെ എത്തില്ലെന്ന് ഉറപ്പിച്ച കായിക താരങ്ങളാണ് മത്സരത്തിൽ ബൂട്ടണിഞ്ഞത്. സ്പോർട്സ് ഇഞ്ചുറി വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുള്ള ഖലീലിന്റെ നേതൃത്വത്തിലുള്ള വിങ്ങാണ് ഇവരെ പരിചരിച്ചിരുന്നത്. കളിക്കളത്തിൽ നിന്ന് എല്ലിന് പരിക്ക് പറ്റിയാലും അതേ ശക്തിയിൽ വീണ്ടും കളത്തിലിറങ്ങാൻ കഴിയുന്ന നൂതന ചികിത്സാ സംവിധാനമാണ് കിംസ് അൽഷിഫയിൽ ഉള്ളത്. ഫ്രാൻസിലെ ഫിഫ അംഗീകൃത കേന്ദ്രത്തിൽ നിന്നും സ്പോർട്സ് ഇഞ്ചുറി വിഭാഗത്തിൽ വിദഗ്ധ പരിശീലനം നേടിയ ഡോക്ടർ അബ്ദുള്ള ഖലീലിന്റെ നേതൃത്വത്തിലുള്ള വിങ്ങാണ് ഇതിനായി സജ്ജമായിട്ടുള്ളത്. 13 വർഷത്തിനുള്ളിൽ നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങൾ ഇതിനകം ചികിത്സ തേടി വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സർജറിക്ക് ശേഷവും ഭയമില്ലാതെ വീണ്ടും കളിക്കാൻ കഴിയുമെന്ന ഉറപ്പാണ് ഈ മത്സരത്തിലൂടെ ഉദ്ദേശിച്ചതെന്ന് ഡോക്ടർ അബ്ദുള്ള ഖലീൽ പറഞ്ഞു. ഈ ഒരു സർജറീസും ഒക്കെ ചെയ്തുകൊണ്ട് തിരിച്ച് രണ്ടാമത് കളിക്കളത്തിൽ ഇറങ്ങുന്ന അവരുടെ ഒരു ഹാപ്പിനെസ് ഒന്ന്. രണ്ടാമത്തതെന്ന് വെച്ചാൽ വളരെ കുറച്ച് ആളുകളൊക്കെ ഇതിൽ വളരെ കുറവാണെങ്കിൽ പോലും അവർക്ക് ഇതേപോലെ രണ്ടാമത് കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റുമോ, അവർക്ക് കളിക്കാൻ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയ സംശയവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ പോലത്തെ കാണുമ്പോൾ അവർ ഗെറ്റ് ഇൻസ്പയർഡ്. പിന്നെ അതേപോലെ തന്നെ സർജറി കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുമോ, നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ സർജറി കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുമോ, അതേപോലെ കളിച്ച് സർജറിക്ക് മുമ്പ് തന്നെ ചിന്തിച്ചിട്ട് ചിലർ സർജറിക്കൊന്നും വരാത്തവർ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വരാത്തവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഇവർ ഈ നല്ല കളിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ്. ലോകകപ്പ് ആവേശം അലതല്ലുന്ന ഈ വേളയിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന, ബ്രസീൽ ടീമുകളുടെ പ്രതീകാത്മക മത്സരമാണ് നടന്നത്. തന്റെ രോഗികളെ ടീമുകളാക്കി തിരിച്ച് സ്പോർട്സ് സർജൻ നടത്തുന്ന ഈ മത്സരം കൗതുക കാഴ്ചയാണെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. സ്പോർട്സ് സർജൻ അദ്ദേഹം സർജറി ചെയ്ത രോഗികളെ ടീമുകളാക്കി ഒരു പക്ഷേ ലോകത്താദ്യത്തെ മത്സരമായിരിക്കും ഇവിടെ നടക്കുന്നത്. പെരിന്തൽമണ്ണയുടെ ഒരു പുതുമയായി ഞാൻ അതിനെ കാണുകയാണ്. അൽഷിഫ ഹോസ്പിറ്റലിലെ സ്പോർട്സ് സർജനായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഖലീൽ, അദ്ദേഹം ഈ 4 വർഷത്തിനിടയിൽ 300-ലേറെ രോഗികളുടെ സ്പോർട്സിനിടയിൽ പരിക്കേറ്റ അതേറെയും ഫുട്ബോളായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫുട്ബോൾ പ്ലേയേഴ്സായിട്ടുള്ള ആളുകളുടെ പരിക്കേറ്റവരുടെ സർജറി നടത്തിയ ഒരു ഡോക്ടറാണ് അദ്ദേഹം. സർജറി നടത്തിയ ഈ 300-ലേറെ വരുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഏറ്റവും നല്ല ഫുട്ബോളർമാരെ തിരഞ്ഞെടുത്തുകൊണ്ട് 2 ടീം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. കിംസ് അൽഷിഫയിൽ ഒട്ടനവധി കായിക താരങ്ങളുടെ സർജറി ഡോക്ടർ അബ്ദുള്ള ഖലീൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഫുട്ബോൾ കളിക്കാരുടേതാണ്. എല്ലാ മേഖലയിലും പെരിന്തൽമണ്ണ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. അതിൽ നിർണായക പങ്ക് നജീബ് കാന്തപുരം MLAക്കും ഉണ്ടെന്ന് കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ P. ഉണ്ണീൻ പറഞ്ഞു. നജീബ് സാഹിബ് അല്ലാതെ വേറൊരാളെ നമുക്ക് MLA ആയിട്ട് നമ്മൾക്ക് നോക്കണം. അത്രയും ജനങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങിയ ഒരു MLA ആണ് എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടും. അദ്ദേഹത്തിൻ്റെ ഇന്നലെ അത് പിന്നെ ഉടനെ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ക ഇത് ഓറാടൻ പാലം ബൈപ്പാസ് നമ്മളെ ബഡ്ജറ്റിൽ വന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ പെരിന്തൽമണ്ണയ്ക്ക് വേണ്ടിയിട്ട്. വലിയൊരു സന്തോഷമുള്ള കാര്യം അല്ലേ? അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം കരിങ്കല്ലത്താണി സൈക്കോ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സോക്കർ ഫെസ്റ്റ് നടന്നത്.